ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ള SLCയുടെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്ററായ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റിന്റെ 2 പാർട്ട് വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. ഇത് 3ാമത്തെ പാർട്ട് വീഡിയോ ആണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. സോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. സെക്കൻഡ് ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യമൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസിനെ പറ്റിയാണ്. അപ്പം നമ്മൾ ആ വീഡിയോ തുടങ്ങി തന്നെ ഏത് കൺസെപ്റ്റിനെ വെച്ചിട്ടാണ്? അറ്റോമിക് മാസ് എന്താണെന്ന് വെച്ചിട്ടാണ്. എന്താണ് ഈ അറ്റോമിക് മാസ്? അറ്റോമിക് മാസ് ഈസ് ദ മാസ് ഓഫ് ആൻ ആറ്റം. അങ്ങനെയാണെങ്കിൽ മോളിക്കുലർ മാസ് എന്താണ്? മോളിക്കുലർ മാസ് ഈസ് ദ മാസ് ഓഫ് എ മോളിക്യൂൾ. മോളിക്യൂളിന്റെ മാസിനെയാണ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ആറ്റത്തിന്റെ മാസിനെയാണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മോളിക്കുലർ മാസ്? മോളിക്കുലർ മാസ് ഈസ് ദ മാസ് ഓഫ് എ മോളിക്യൂൾ. ഇനി ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്, അറ്റോമിക് മാസ് 12 ആണ്. അപ്പം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. അങ്ങനെയാണ് അവിടുത്തെ ഗ്രാം അറ്റോമിക് മാസ് GAM എന്ന് പറയുന്നത് 12 ഗ്രാം ആണ്. ഇതെങ്ങനെയാണെന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ നീറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ അറ്റോമിക് മാസ് 12 ആണ്, ഗ്രാം അറ്റോമിക് മാസ് 12 ഗ്രാം ആണ്. ഇനി ഇതിന്റെ മോളിക്കുലർ മാസ് എത്രയായിരിക്കും? നമുക്കറിയാം, ഒരു കാർബൺ മോളിക്യൂളിനകത്ത് ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ അല്ലെ? എങ്ങനെ അറിയാൻ പറ്റും? കാർബണിന്റെ താഴെ ഒന്നുമില്ല അല്ലെ? കാർബൺ 1 കാർബൺ, ഇപ്പൊ നമ്മൾ ഹൈഡ്രജൻ എഴുതുന്ന എങ്ങനെയാ? H2, നൈട്രജൻ എഴുതുന്ന N2, ഓക്സിജൻ എഴുതുന്ന O2. അപ്പൊ ഈ 2 എന്തുവാ? 2 എന്തിനാ സൂചിപ്പിക്കുന്നത്? ഒരു ഓക്സിജൻ മോളിക്യൂളിനകത്ത് 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഈ താഴെ എഴുതുന്ന നമ്പേഴ്സ് നമ്മൾ പറയുന്ന പേരെന്താണ്? സബ്സ്ക്രിപ്റ്റ്. സബ്സ്ക്രിപ്റ്റ് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ അല്ലെ? ഒരു മോളിക്യൂളിനകത്ത് ഉള്ള നമ്പർ ഓഫ് ആറ്റത്തിനെയാണ് നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുന്നത്. അതായത് താഴെ എഴുതുന്നത്. ഇപ്പൊ താഴെ എന്തായാലും ഇതല്ല, ഇത് അറ്റോമിക് നമ്പർ ആണ്. റൈറ്റ് സൈഡിൽ താഴെ എഴുതുന്ന നമ്പർ ഒന്നും ഇല്ല അല്ലെ? അവിടെ ഒന്നും എഴുതിയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഒരെണ്ണേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ CO2-ക്കകത്ത്, CO2-ക്ക് അതിന്റെ അർത്ഥം എന്തോ? 2 ഓക്സിജൻ ആറ്റവും 1 കാർബൺ ആറ്റവും ഉണ്ടെന്നല്ലേ? അതുപോലെ ഇവിടെ ഇത് കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ്, അതിന്റെ ഗ്രാം അറ്റോമിക് മാസ് 12 ഗ്രാം ആണ്. ഇവിടെ കാർബൺ ഒരെണ്ണേ ഉള്ളൂ. അതായത് ഒരു കാർബണിന്റെ മോളിക്യൂളിനകത്ത് ഒരു ആറ്റമേ ഉള്ളൂ. അപ്പം ഒരു മോളിക്യൂളിന്റെ മാസ് ഒരു കാർബണിന്റെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക കൺസെപ്റ്റ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. സോ ഒരു കാർബണിന്റെ മോളിക്യൂളിനകത്ത് ഒരു കാർബണിന്റെ ആറ്റമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാർബണിന്റെ മോളിക്കുലർ മാസും 12 ആയിരിക്കത്തില്ലേ? കാരണം ഒരു മോളിക്യൂളിനകത്ത് ഒരു ആറ്റമല്ലേ ഉള്ളൂ. സോ ഒരു മോളിക്യൂളിന്റെ ഒരു ആറ്റത്തിന്റെ മാസ് 12 ആണെന്നുണ്ടെങ്കിൽ ഒരു മോളിക്യൂളിന്റെ മാസും 12 ആണ്. ഈ ഒരു ഐഡിയ മനസ്സിലാക്കിയിരിക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് അവിടുത്തെ ഗ്രാം മോളിക്കുലർ മാസ്? GMM. അവിടുത്തെ GMM എന്തുവായിരിക്കും? ഇതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. GMM. ഇപ്പൊ GAM എന്തുവായിരുന്നു? അറ്റോമിക് മാസിന് ഗ്രാമിൽ എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ GMM എന്ന് പറയുന്നത് മോളിക്കുലർ മാസിന് ഗ്രാമിൽ എഴുതുന്നു. ഇവിടെ മോളിക്കുലർ മാസ് എത്രയാണ്? 12 ആണ് അല്ലെ? അപ്പൊ ഈ 12നെ ഗ്രാമിൽ എഴുതുന്നതാണ് അവിടുത്തെ GMM എന്ന് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. അപ്പം വാട്ട് ഈസ് മോളിക്കുലർ മാസ്? മോളിക്കുലർ മാസ് ഇസ് ദ മാസ് ഓഫ് എ മോളിക്യൂൾ. ആൻഡ് വാട്ട് ഈസ് ഗ്രാം മോളിക്കുലർ മാസ്? ഐ മീൻ ദ GMM. മോളിക്കുലർ മാസ് ഈസ് റെപ്രസെന്റഡ് ഇൻ ഗ്രാംസ്. നമ്മൾ മോളിക്കുലർ മാസിനെ ഗ്രാമിൽ എഴുതുന്ന ഗ്രാം മോളിക്കുലർ മാസും അറ്റോമിക് മാസിനെ ഗ്രാമിൽ എഴുതുന്ന ഗ്രാം അറ്റോമിക് മാസും, ഐ മീൻ ദ GAM ആൻഡ് GMM. സോ ഇത് കാർബണിനെ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. അപ്പം ഇത് ക്ലിയർ ആക്കി മനസ്സിലാക്കിയിരിക്കുക. കാർബൺ അറ്റോമിക് മാസ് 12 ആണ്, അതിന് GAM നമ്മൾ 12 ഗ്രാമിൽ എഴുതി. ഒരു കാർബണിന്റെ മോളിക്യൂളിനകത്ത് ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ. സോ അതിന്റെ മോളിക്കുലർ മാസും 12 തന്നെയാണ്. സോ അതിന്റെ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ ഈ മോളിക്കുലർ മാസിനെ ഗ്രാമിൽ എഴുതി. ഇത് തന്നെ വേറൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ചെയ്യാം. വേറൊരു എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു ഡയറ്റോമിക് മോളിക്യൂൾ എടുക്കുകയാണ് അല്ലെ? ഐ മീൻ ഐ ടേക്ക് ഓക്സിജൻ. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്റ്റ് 2 ആണ് അല്ലെ? അപ്പൊ ഡയറ്റോമിക് ആണ്. അപ്പം ഓക്സിജൻ ആറ്റം എടുക്കുകയാണ്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്, അറ്റോമിക് മാസ് 16 ആണ്. നമ്പർ നമുക്ക് തൽക്കാലം വേണ്ട. അറ്റോമിക് മാസ് 16 ആണെന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇതിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗ്രാം അറ്റോമിക് മാസ്, ഐ മീൻ ദ GAM എത്രയായിരിക്കും? 16 ഗ്രാം. ഇതിനെ നമ്മൾ ഗ്രാമിൽ എഴുതി. ദെൻ വാട്ട് വിൽ ബി ദ മോളിക്കുലർ മാസ്? അപ്പം ഓക്സിജൻ ആറ്റത്തിനെ നമ്മൾ O എന്ന് എഴുതും. പക്ഷെ ഓക്സിജൻ മോളിക്യൂളിൽ നമ്മൾ O2 എന്നല്ല എഴുതുന്നത്. അതായത് ഇവിടെ ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസാണ് 16. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ഓക്സിജൻ ആറ്റം ഇല്ലേ? അപ്പം എത്രയായിരിക്കും?
2 into 16 ആയിരിക്കും. ഇവിടെ 3 ആണെങ്കിൽ 3 into 60. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതായത് ഇവിടെ ഒന്നുമില്ല, ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 16 തന്നെ ഇറക്കി ചെയ്തത്. ഇവിടെ 2 എണ്ണം ഉണ്ട്. സോ 2 into 60 is equal to 32. Then what is the GMM? I mean the gram molecular mass. gram molecular mass എന്തുവാ? molecular mass is represented in grams. molecular mass 32 ആണ്. അതിനെ നമ്മൾ ഗ്രാമിൽ എഴുതുന്നു. 32 gram. ഇങ്ങനെയാണ് നമ്മൾ ഇതാവുന്നത്. ഇനി ഇതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളും, വേറൊരു ഡയറ്റോമിക് മോളിക്യൂളിന്റെ എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ അല്ലേ, ഇത് സോഡിയം. സോഡിയം എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ 11 ആണ്. അറ്റോമിക് മാസ് 23 ആണ്. അറ്റോമിക് മാസിനെ പറ്റി നിങ്ങൾ ഇതാകണ്ട, ക്വസ്റ്റ്യൻ പേപ്പറിൽ അറ്റോമിക് മാസ് എത്രയാണെന്നുള്ളത് കാണും. അറ്റോമിക് മാസ് 23 ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് എത്രയായിരിക്കും? ഇതിനെ നമ്മൾ ഗ്രാമിൽ എഴുതും അല്ലേ. ഇനി എണ്ണയുടെ മോളിക്യൂളിനെ നമ്മൾ താഴെ എന്തെങ്കിലും Na2 എന്നോ Na3 എന്നോ വല്ലതും ഉണ്ടോ? ഇല്ല, എണ്ണ തന്നെ. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സോഡിയം മോളിക്യൂളിനകത്ത് ഒരു സോഡിയം ആറ്റേ ഉള്ളൂ. അപ്പം അവിടുത്തെ മോളിക്കുലാർ മാസ് താഴെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മോളിക്കുലാർ മാസ് എത്ര തന്നെയാണ്? 23 ആണ്. അതിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസായ 23യെ നമ്മൾ ഗ്രാമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പം ഇതാണ് ഈ ഒരു ഐഡിയ എന്നുള്ളത്. നമ്മൾ ബേസിക് ആയിട്ട് ഇപ്പം പഠിച്ച ഇത്രയും കാര്യമാണ്. വാട്ട് ഈസ് മോളിക്കുലാർ മാസ്? മോളിക്കുലാർ മാസ് ഈസ് ദ മാസ് ഓഫ് എ മോളിക്യൂൾ. ആൻഡ് വാട്ട് ഈസ് ഗ്രാം മോളിക്കുലാർ മാസ്? ഐ മീൻ ദ GMM. മോളിക്കുലാർ മാസ് ഈസ് റെപ്രസെന്റഡ് ഇൻ ഗ്രാംസ്. അപ്പം ഈ ഒരു ഐഡിയ എല്ലാവർക്കും മനസ്സിലായെന്ന് ഇതാകുന്നു. അപ്പം ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം എന്താണ് അറ്റോമിക് മാസ്, എന്താണ് ഗ്രാം അറ്റോമിക് മാസ്, എന്താണ് മോളിക്കുലാർ മാസ്, എന്താണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പം ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഫോർ എക്സാമ്പിൾ ഓക്സിജൻ അല്ലേ. ഓക്സിജന്റെ മോളിക്യൂള് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണ്. അതിൻ്റെ നമ്പർ ഓഫ് GM കണ്ടുപിടിക്കണം. ഞാൻ നിങ്ങളുടെ അറ്റോമിക് മാസ് 16 ആണ്. ഞാൻ നിങ്ങളുടെ കയ്യിലോട്ടൊരു എന്താണ് 32 ഗ്രാം ഓക്സിജൻ തരുവാണെന്ന് നോക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലൊരു ആറ്റത്തിന്റെ എക്സാമ്പിൾ ചെയ്യുന്നു. ഒന്നുമില്ല, അവിടെ ആറ്റത്തിനെ പറ്റി എന്ത് പറഞ്ഞു അത് തന്നെ മോളിക്യൂളിനെ പറ്റി പറയാം. അപ്പം the 32 gram of oxygen is a sample mass that I have given to you, and we want to find that how many number of GM is present in 32 gram of oxygen if the atomic mass of oxygen is 16. Atomic mass 16 ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് ആണ് 16. ഈ നമ്പർ ഓഫ് GM കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. given mass by GMM. നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ആറ്റത്തിന്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഗിവൺ മാസ് ബൈ GAM. ഇവിടെ GMM ആണ് GMM ഇട്ട് കൊടുക്കുക, GAM ആണ് GAM ഇട്ട് കൊടുക്കുക. ഇത് ഇടയ്ക്ക് പോസ് ചെയ്ത് ഈ ഇക്വേഷൻസ് ഒക്കെ എഴുതിയിടുമ്പോൾ നമുക്ക് പിന്നെ നോക്കുമ്പോൾ മനസ്സിലാവും. സോ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മോളിക്കുലാർ മാസ് എത്രയായിരിക്കും? മോളിക്കുലാർ മാസ് ഒരു ഓക്സിജന്റെ അറ്റോമിക് മാസ് ആണ് 16. അങ്ങനെയാണ് രണ്ട് ഓക്സിജന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 2 into 16 ആയ 32 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഗ്രാം മോളിക്കുലാർ മാസ് എന്താണ്? ഈ മോളിക്കുലാർ മാസായ 32നെ നമ്മൾ ഗ്രാമിൽ എഴുതുന്നു. ഐ മീൻ ദ 32 ഗ്രാം. ഇനി അവർ തന്നിരിക്കുന്ന ഗിവൺ മാസ് എത്രയാണ്? 32 ഗ്രാം ആണല്ലേ തന്നിരിക്കുന്നതല്ലേ. 32 ഗ്രാം ഓഫ് ഓക്സിജൻ അല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ ഗിവൺ മാസ് എന്ന് പറയുന്നത് 32 ഗ്രാം ആണ്. ഇനി നമ്പർ ഓഫ് GMM കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗിവൺ മാസ് എത്രയാണ്? 32 ഗ്രാമിനെ GMM കൊണ്ട് ഡിവൈഡ്. GMM എത്രയാണ്? 32 ഗ്രാം. അപ്പൊ ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 GMM. ഓക്കെ അല്ലേ? 1 GMM നമുക്ക് കിട്ടി. ഇനി അപ്പം ഈ ഒരു പ്രോബ്ലം അപ്പം നമുക്ക് ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ 1 GMM ഓക്സിജൻ ആണ് അല്ലേ. അത് സൈഡിൽ നമുക്ക് നോട്ട് ചെയ്തിടാം, പിന്നെ ആവശ്യം വരും. കിട്ടിയത് 1 GMM ഓക്സിജൻ ആണ്. ഈ വേറൊരു പ്രോബ്ലം ചെയ്യാം. ഇതേ സെയിം മോഡൽ തന്നെ വേറൊരു പ്രോബ്ലം.
കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്, അറ്റോമിക് മാസ് 12 ആണ്. ഇനി നിങ്ങളുടെ കയ്യിലോട്ട് ഐ ആം ഗിവിംഗ് യു 12 gram ഓഫ് കാർബൺ തരുവാണെന്ന് നോക്കുക. സോ I am giving you a sample mass of 12 gram of carbon with atomic mass 16, and you need to find how many number of GAM is present in 12 gram of carbon. കണ്ടുപിടിക്കണം. സോ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. അങ്ങനെയാണെങ്കിൽ മോളിക്കുലാർ മാസ് എത്രയായിരിക്കും? ഇവിടെ ഒരു കാർബൺ മോളിക്യൂളിനകത്ത് ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ. സോ അറ്റോമിക് മാസും മോളിക്കുലാർ മാസും 12 തന്നെ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ GMM എത്രയാണ്? 12 gram ആണ്. അവിടുത്തെ ഗിവൺ മാസ് എത്രയാണ്? തന്നിരിക്കുന്ന മാസ് എത്ര മാസ് തന്നത്? 12 gram ആണ്. ദെൻ വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് GMM? നമ്പർ ഓഫ് GMM എത്രയായിരിക്കും? ഗിവൺ മാസ് ബൈ GMM അല്ലേ? ഇവിടുത്തെ ഗിവൺ മാസ് എന്ന് പറയുന്നത് 12 gram ആണ്, GMM എന്ന് പറയുന്നത് 12 gram ആണ്. സോ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി നമുക്ക് 1 GMM എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് 1 GMM കാർബൺ ആണ്. 1 GMM കാർബൺ. അപ്പൊ നേരത്തെ നമുക്ക് ചെയ്തപ്പോൾ 1 GMM ഓക്സിജൻ കിട്ടി, ഇപ്പൊ ചെയ്തപ്പോൾ 1 GMM കാർബൺ കിട്ടി. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പീരിയോഡിക് ടേബിളിലുള്ള എല്ലാ എലമെന്റ്സ്, ഇത് മാത്രമല്ല, ഇനിയുള്ള വേറെ കുറെ എലമെന്റ്സ് ഒക്കെ ചെയ്യാം. അത്രയും ടൈം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് 2 എക്സാമ്പിൾ ചെയ്യാൻ നിർത്തുവാണ്. അപ്പൊ ഇതിനകത്ത് കിട്ടുന്ന കൺക്ലൂഷൻ എന്താന്ന് വെച്ചാൽ, പീരിയോഡിക് ടേബിളിലുള്ള 118 എലമെന്റ്സിനകത്തും 1 GMM ഉണ്ട്. ഇനി അപ്പൊ 1 GMM ഉണ്ട്, 1 GMM. ദെൻ ഇനി നമ്മൾ മോൾ കൺസെപ്റ്റ് ഓഫ് മോളിക്യൂളിലേക്ക് വരാൻ പോവാം. നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ തന്നെ, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. മോൾ കൺസെപ്റ്റ് ഓഫ് ആറ്റം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ദിസ് ഇസ് മോൾ കൺസെപ്റ്റ് ഓഫ് മോളിക്യൂൾ. 1 GMM of any number, so any element contain Avogadro number of molecule. Avogadro number എന്താന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, you know that അല്ലേ? 6.022 into 10 raised to 6.022 into 10 raised to 23 number of atom ആണ് 1 GAM-നകത്തുള്ളത്. ഇവിടെ GMM ആയതുകൊണ്ട് അത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. ഇതിന് തന്നെയാണ് നമ്മൾ 1 മോൾ ആറ്റം അല്ല മോളിക്യൂൾ എന്ന് പറയുന്നത്. അതൊന്നുമില്ല. ഇത് പറഞ്ഞു. മോൾ കൺസെപ്റ്റ് ഓഫ് ആറ്റം എന്തായിരുന്നു പറഞ്ഞത്? 1 ഇതല്ല, ആറ്റത്തിന്റെ കാര്യം എന്തായിരുന്നു? 1 GAM equal to 6.022 into 10 raised to 23 ആറ്റം ഈക്വൽ ടു 1 മോൾ ആറ്റം അല്ലേ? അവിടെ ആറ്റം ഉപയോഗിച്ച സ്ഥലത്തല്ല ഇവിടെ മോളിക്യൂള്. 1 GMM അതായത് 1 gram molecular mass of any element contain Avogadro number of molecules, I mean 6.022 into 10 raised to 23 molecules, and this also equal to 1 mole molecule. ഇതിനെയാണ് നമ്മൾ 1 mole molecule എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മോൾ കൺസെപ്റ്റ് ഓഫ് മോളിക്യൂൾ. ഇനി നമ്മൾക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസിനെ എങ്ങനെ കണ്ടുപിടിക്കാം? ഹൗ ക്യാൻ വി ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്? നമ്പർ ഓഫ് ആറ്റംസിനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. നമ്പർ ഓഫ് മോളിക്യൂൾസിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് GMM into 6.022 into 10 raised to 23, or ഒന്നെങ്കിൽ ഈക്വേഷൻ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾ ഇൻറ്റു 6.022 into 10 raised to 23 ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം. കാരണം നമ്പർ ഓഫ് GMM മോൾ ഈക്വൽ ആണ്. 1 GMM 1 മോൾ ഈക്വൽ അല്ലേ? അപ്പം നമ്പർ ഓഫ് GMM-ന് 6.022 into 10 raised to 23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിന് 6.022 into 10 raised to 23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ഒക്കെ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്യാം. സോ അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഇതാണ് മോൾ കൺസെപ്റ്റ് ഓഫ് മോളിക്യൂൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി നമ്മൾ പറയാൻ പോകണമെന്ന് വെച്ചാൽ, അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ഈ ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തുടങ്ങിയത് ഗ്യാസിന്റെ കുറച്ച് ഫീച്ചേഴ്സുമായിട്ടാണ്. പിന്നെ നമ്മൾ ഗ്യാസിന്റെ വോളിയം പറഞ്ഞു, ഗ്യാസിന്റെ ടെമ്പറേച്ചർ പറഞ്ഞു, ഗ്യാസിന്റെ പ്രഷർ പറഞ്ഞു, പിന്നെ ഗ്യാസ് ലോസ് പറഞ്ഞു, ബോയിൽസ് ലോ പറഞ്ഞു, ചാൾസ് ലോ പറഞ്ഞു, അവഗാഡ്രോസ് ലോ പറഞ്ഞു, പിന്നെ മോൾ കൺസെപ്റ്റ്. മോൾ കൺസെപ്റ്റ് വെച്ച് നമ്മൾ
ഇത് എന്താണ് മോൾ കൺസെപ്റ്റ് ഓഫ് ആറ്റം പറഞ്ഞു 1 GaM equal to 6.022 into 10⁻23 ആറ്റം ഈക്വൽ ടു 1 മോൾ ആറ്റം. അത് മോൾ കൺസെപ്റ്റ് ഓഫ് ആറ്റം. ഈ മോൾ കൺസെപ്റ്റ് ഓഫ് മോളിക്യൂൾ ഇപ്പം പറഞ്ഞു 1 GMM equal to 6.022 into 10⁻23 മോളിക്യൂൾ ഈക്വൽ ടു 1 മോൾ മോളിക്യൂൾ. അപ്പം ഏകദേശം ഇതാണ് അതിനകത്തുള്ള സംഭവം. പിന്നെ ഒരു ചെറിയൊരു ടോപ്പിക് കൊണ്ടുണ്ടാകും കൂടെ എടുത്തിട്ട് ഈ വീഡിയോ നമുക്ക് മാറ്റാം. അപ്പം അടുത്തതെന്ന് വെച്ചാൽ മോളാർ വോളിയം. നമ്മൾ ഇനി ഗ്യാസിലോട്ട് തന്നെ വരാം. നമ്മുടെ ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് ആണ് അല്ലേ. അപ്പൊ ഗ്യാസിന്റെ മോൾ 1 മോൾ ഗ്യാസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് 1 മോൾ ഗ്യാസ്? 1 മോൾ മോളിക്യൂൾ എന്താന്ന് പറഞ്ഞു, 1 മോൾ ആറ്റം എന്താന്ന് പറഞ്ഞു. ഇനി 1 മോൾ ഗ്യാസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അവഗാഡ്രോ ലോ, എന്തായിരുന്നു അവഗാഡ്രോ ലോ? ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആകുമ്പോൾ അവിടുത്തെ വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും പ്രപ്പോർഷണൽ ആണ്. ഇതാണ് അവഗാഡ്രോ ലോ. ഇവിടെ നമ്മൾ പറയുകയാണ് അറ്റ് എ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ 1 മോൾ, അതായത് നമ്മൾ ഈ പറയാൻ പോകുന്നത് 1 മോൾ ഗ്യാസ്, ഐ മീൻ ദ മോളാർ വോളിയം എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ലാസ്റ്റ് ടോപ്പിക് ആണ് ചാപ്റ്ററിന്റെ. അതായത് എന്താന്ന് വെച്ചാൽ 1 മോൾ ഓഫ് എനി ഗ്യാസ് അണ്ടർ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതായത് 1 മോൾ ഗ്യാസ് 1 മോൾ ഗ്യാസ് ഒരു സെയിം ടെമ്പറേച്ചറിൽ സെയിം പ്രഷറിൽ നമ്മൾ വെക്കുക. അതായത് ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിരിക്കാത്ത ഒരു സ്ഥലത്ത് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മോൾ ഓഫ് എനി ഗ്യാസ് അണ്ടർ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വിൽ കണ്ടെയ്ൻ ദ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പൊ ഇത് രണ്ടും തുല്യമാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ, അതായത് ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്, അതായത് അണ്ടർ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ 1 മോൾ ഓഫ് ഗ്യാസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആവും, അവിടുത്തെ വോളിയവും സെയിം ആവും. ഇങ്ങനെ സെയിം ആയ വോളിയത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മോളാർ വോളിയം. മോളാർ വോളിയം മനസ്സിലായോ? ഇനി ഏത് ടെമ്പറേച്ചർ എടുക്കണം, ഏത് പ്രഷർ എടുക്കണം? അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ ആയിരിക്കണം. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ ആയിരിക്കണം. എന്താണ് ഈ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ? നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, SI യൂണിറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ഫിസിക്സിൽ. അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറും പ്രഷർ എടുക്കണം. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചു വെക്കുക, മനസ്സിലാക്കാനായിട്ടൊന്നുമില്ല. 273 കെൽവിൻ ആണ്, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്. ഇനി ഇതെന്ന് പറഞ്ഞാൽ 1 ATM, അതായത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ഇതാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറയുന്നത്. അതായത് സ്റ്റാൻഡേർഡിന്റെ S, ടെമ്പറേച്ചറിന്റെ T, പ്രഷറിന്റെ P. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് STP. അപ്പം STP എന്ന് പറഞ്ഞാൽ എന്താണ്? 273K ടെമ്പറേച്ചറും 1 ATM പ്രഷറിനെയാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ എന്ന് പറയുന്നത്. ഇനി ഇത് പറയാനുള്ള കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു 1 mole of gas under the same condition of temperature and pressure will contain the same number of molecules, hence their volume will also be the same. This volume is known as the molar volume. ടെമ്പറേച്ചറും പ്രഷറും സെയിം കണ്ടീഷനിലായിരിക്കത്തൊക്കെ നമ്പർ ഓഫ് മോളിക്യൂൾസും സെയിം ആയിരിക്കും. നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയതുകൊണ്ട് അവിടുത്തെ വോളിയവും സെയിം ആയിരിക്കും. ഇങ്ങനെ സെയിം ആയ വോളിയത്തിന് പറയുന്ന പേരാണ് മോളാർ വോളിയം. ഇനി എന്താണ് STP? ഐ മീൻ ദ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. STP എന്ന് പറഞ്ഞാൽ 273 കെൽവിൻ ടെമ്പറേച്ചറും 1 ATM പ്രഷറിനെയാണ് STP എന്ന് പറയുന്നത്. ഇനി STP അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിരുന്നാൽ മാത്രം പോരാ. 273K ടെമ്പറേച്ചറിലും 1 ATM ആണ് പ്രഷർ എങ്കിൽ അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 22.4 ലിറ്റർ ആണ്. 273K ടെമ്പറേച്ചറും 1 ATM പ്രഷറിലും ആണെങ്കിൽ അവിടുത്തെ വോളിയം 22.4 ലിറ്റർ ആണ്. അപ്പം ആ ഒരു ഐഡിയ മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇതിനെയാണ് നമ്മൾ എന്ത് മോളാർ വോളിയം അറ്റ് STP എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് അറ്റ് STP, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് അറ്റ് STP ഈക്വൽ ടു വോളിയം ഇൻ ലിറ്റേഴ്സ് at STP by 22.4 ലിറ്റർ. അപ്പോൾ ഈ ഇക്വേഷൻ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഏകദേശം കോൺസെപ്റ്റ് തീരും. അപ്പം ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം. താങ്ക് യു.